എപ്പിസോഡിലെ ഹീറോ ആണെങ്കിൽ ഒരു കടയിലോട്ട് പോയില്ലായിരുന്നു. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇവക്ക് പീരീഡ്സ് പെയിൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും പിന്നെ ഹീറ്റ് പാഡൊക്കെ ആണെങ്കിൽ കൊണ്ട് കൊടുക്കാം കേട്ടോ. ഓ, നിനക്ക് നന്നായിട്ടെല്ലാം അറിയാമെന്ന് തോന്നുന്നു. അറിഞ്ഞിട്ട് ചിലർ ഒന്നും ചെയ്യാതിരുന്നില്ലേ എന്നാണ് ചോദിക്കുമ്പോഴത്തേക്കിനും അവളും പറയാണ് എല്ലാ മന്തും എനിക്കിങ്ങനെ പെയിനൊന്നും വരാറില്ല. ഇപ്പൊ ഭയങ്കര ടെൻഷൻ ഓവർ പ്രഷറൊക്കെ കാരണമാണ് ഇത്രയും വേദനയൊക്കെ വന്നതെന്ന് പറയുമ്പോൾ ആദ്യം നീ കെയർ ചെയ്യണം. എന്നാലേ നിനക്ക് നീ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതിനോട് പോരാടാനുള്ള ശേഷിയെങ്കിലും ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ വീട്ടിൽ വരാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും ലിഫ്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. ഇവക്കാണെങ്കിൽ വയറ് വേദനിച്ചിട്ടും വയ്യല്ലോ, സ്റ്റെപ്പ് കയറി പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവനാണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നത്. നീ എന്നെ ഇന്ന് ഒരുപാട് സഹായിച്ചു. എന്നെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ കാറിൽ കൊണ്ടുവന്നു മെഡിസിൻ വാങ്ങിച്ചു. ഇപ്പം എൻ്റെ സാധനങ്ങൾ വരെ നീയാണ് എടുത്തിട്ട് വരുന്നത്. എല്ലാത്തിനും നന്ദിയുണ്ട്. നീ എനിക്ക് മെഡിസിൻ മേടിച്ചു തന്നതിൻ്റെ പൈസ ഞാൻ തരാമെന്ന് പറയുമ്പോഴത്തേക്കിന് പൈസ ഒന്നും എനിക്ക് വേണ്ട, അത് ഒരു മെഡിക്കൽ ചിലവായിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിന് പൈസ ഒരു വിഷയമില്ലെങ്കിൽ നീ എന്തിനാ എൻ്റെ റൂംമേറ്റ് ആയിട്ട് വന്നേന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് അവൻ അത് കേട്ടത് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അടിയുണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. വാ നമുക്ക് ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ അവിടെ എത്തിയതും കറക്റ്റ് ലിഫ്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യും കേട്ടോ. എൻ്റെ സമയദോഷം എന്നും പറഞ്ഞിട്ട് നേരെ വീട്ടിനുള്ളിൽ കയറുമ്പോഴത്തേക്കിന് ഫുള്ള് വെള്ളം കേട്ടോ. അവിടെ ആണെങ്കിൽ പൈപ്പ് ഓഫാക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടാരോ പോയിട്ടുണ്ട്. വെള്ളം ഫുള്ള് കെട്ടിക്കിടക്കുക. താഴെയുടെ അടുത്ത സാധനങ്ങളൊക്കെ നശിച്ചു പോകത്തില്ല. അതുകൊണ്ട് വേഗം പൊക്കത്തെടുത്ത് വെച്ചിട്ട് അവളാണെങ്കിൽ തുടച്ചുകൊണ്ടിരിക്കുക. ഇവ നോക്കിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും വായി നോക്കിക്കുന്ന മരയ്ക്ക് തുടയ്ക്കുന്ന പറയുമ്പോഴത്തേക്കിനും ഇതെങ്ങനെ ചെയ്യേണ്ടത് എനിക്കറിയില്ലെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും വെക്ക് എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞ് കാണിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ആണെങ്കിൽ എങ്ങനെയൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ക്ഷീണിച്ച് കിടക്കുമ്പോഴത്തേക്കിനും ഒന്നും അറിയാതെ പോലെ ലില്ലി കയറി വരും. എന്തപ്പോൾ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞുണ്ട്. എന്താ ഉണ്ടായെന്നോ, നീ അല്ലേ ടാപ്പ് അടയ്ക്കാതെ പോയെന്ന് വെക്കുമ്പോൾ അതിന് ഞാൻ ഈ ടാപ്പ് തുറന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനോ ഓർക്കുന്നില്ലെന്നോ അത് മറന്നുപോയി എന്നാണ് നീ പറയുന്നത്. ഒന്ന് ഓർത്തേന്ന് പറയുമ്പോഴത്തേക്കിന് അവൾ സമ്മതിക്കത്തില്ല കേട്ടോ. സത്യത്തിൽ ഇവള് തന്നെയായിരിക്കും കൈ കഴുകാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്കിനും ഒരു കോൾ വന്നതും ടാപ്പ് അടയ്ക്കാതെ പോയത് കേട്ടോ. പക്ഷെ അവള് സമ്മതിച്ചൊന്നും കൊടുക്കുന്നില്ല. നീ കാരണമാണ് ഇവിടെയൊക്കെ നശിച്ചു കിടക്കുന്നത്. നീ എന്തത് ഓഫാക്കാതെ പോയി എൻ്റെ വീട്ടിൽ അത് ഇത് കാണിച്ചാലും ഞാൻ നിന്നെ ക്ഷമിച്ചു നിൽക്കും. ഇപ്പൊ നമ്മൾ വേറൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ആ ബോധെങ്കിലും നിനക്ക് വേണ്ടി പറഞ്ഞിട്ട് വഴക്ക് പറയുമ്പോഴത്തേക്കിന് ലൈഫ് ഇന്നലെ നടന്നതിന്റെ ഇതിലാണ് എന്നോട് സംസാരിക്കുന്നെങ്കിൽ നീ നിർത്തിക്കോ. അതും ഈ വീടിന്റെ ഓണറിന്റെ മുന്നിലാണ് നീ എന്നോട് ഇത്ര ദേഷ്യപ്പെട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും പിണങ്ങി പോകും കേട്ടോ. സോറി ചെയ്യാൻ അവളിങ്ങനെയാണ്, ഈ ഫ്ലോറിലുണ്ടായ നാശനഷ്ടത്തിനൊക്കെ ഞാൻ പേ ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഓഫീസിലോട്ട് വരുമ്പോഴത്തേക്കില്ല അവിടേക്കാണെങ്കിൽ ലീഫയും വന്നിട്ടുണ്ടാവും. അവളാണെങ്കിൽ ഫോണിൽ തന്നെയാണ് ഫുള്ള് ശ്രദ്ധ. ഇവനെ ശ്രദ്ധിക്കുന്ന പോലെയില്ല. ഇവിടെന്താ കാണാത്ത പോലെ നിൽക്കുന്നത്, അന്നാന്ന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ തുമ്മലങ്ങ് തുമ്മിത് അവള് പേടിച്ച് ലിഫ്റ്റിന്റെ പുറത്ത് പോവാട്ടോ. ആരുടെ ഇവരെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലീഫേ എന്നാടി ചോദിക്കുമ്പോൾ അവൻ ഒരുമാതിരി ചിരിക്കുവേ. കാരണം ലിഫ്റ്റ് അടഞ്ഞ് അവരങ്ങ് പോവുകയും ചെയ്യുക. അവൾ അവിടെ തന്നെ നിൽക്കാട്ടോ. ഹീറോ ആണെങ്കിൽ ഇവളുടെ കമ്പനിയിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നേക്കുന്നയാ. ഹീറോയിൻ ആണെങ്കിൽ ഇതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ മീറ്റിങ്ങിന് എല്ലാവരും തന്നെ വന്നു നിൽക്കുമ്പോൾ എല്ലാവരും വന്നല്ലോ, എന്താ നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ഇല്ലില്ലെന്ന് പറഞ്ഞിട്ട് ഇവളിവിടെ പോയി എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കിന് നമ്മുടെ ഹീറോയിൻ അതിലെ പോകുന്നതാണെങ്കിൽ അവൻ കാണും കേട്ടോ. ഇവിടെ ശരിക്കും മീറ്റിംഗ് എന്താ നടക്കുന്നത് വെച്ചാൽ സാൻഡ്രി ഗ്രൂപ്പുമായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ബാങ്കും ആണെങ്കിൽ ഒന്നിച്ച് സ്പോൺസർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ചർച്ച പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ലീഫിനെ കണ്ടത്. വാവ്, ഇവനെ കാണാൻ എന്ത് രസം, ഫോട്ടോനെക്കാട്ടും നേരിട്ട് കാണാനും രസം. അവിടുത്തെ പെമ്പിള്ളേരൊക്കെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് സിയാനില്ലേ അവൾ അവിടെ വന്നിട്ട് മീറ്റിങ്ങിൽ നമ്മുടെ ഹീറോയിൻ ഇല്ലെന്ന് പറഞ്ഞതാണ് സന്തോഷപ്പെടുന്നത്. കാരണം ഇവളെ ഈ മീറ്റിങ്ങിൽ ആരും വിളിച്ചിട്ടുണ്ടാവില്ല. ഹീറോയിൻ്റെ അസിസ്റ്റന്റ് ആണെങ്കിൽ ബോസ് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് നമ്മുടെ കിയാൻഫെനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് ഹീറോക്ക് മെസ്സേജ് അയക്കാട്ടോ. കിയാൻഫെ 27 വയസ്സാണ്, ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലാണ് ഗ്രാജുവേഷൻ എടുത്തേക്കുന്നത്. ഞാനിവിടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് കിയാൻഫിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും വിവരങ്ങൾ കിട്ടാതിരുന്നത്. പക്ഷെ അവരിവിടെ ഡേറ്റ അനലിസ്റ്റിനാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തത്. ഇതാണോ കാര്യം എന്ന് പറഞ്ഞിട്ട് ഹീറോ ആണെങ്കിൽ നമുക്കൊന്ന് ബ്രേക്ക് എടുത്താന്ന് പറഞ്ഞിട്ട് അവന് പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ സിയ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് ഈ പ്രാവശ്യം നീ എന്ത് കളി കളിച്ചിട്ട് എന്നെ ആ മീറ്റിങ്ങിൽ വരുത്താതെ നീ ഡയറക്ടറിനോട് പറഞ്ഞേ എന്നാണ് ചോദിക്കുമ്പോൾ അത് ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയും. ഒന്നും ചെയ്തില്ല എന്നൊന്നും പറയണ്ട, ഡയറക്ടറിന് മുന്നിൽ നിനക്ക് നല്ല പേരെടുക്കാൻ വേണ്ടിയിട്ട് ആരെയും കുത്തി നോവിക്കുന്ന എനിക്കറിയാം. എന്ത് പറയാനാ, എന്നെ മീറ്റിങ്ങിന് വിളിച്ചില്ല പോട്ടെ, നീ അവസ്ഥയിൽ തന്നെയല്ലേ ഉള്ളത്. ഇപ്പൊ നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട, പുറത്തുനിന്ന് സംസാരിക്കുക. ഇപ്പൊ നമ്മൾ ഓഫീസിലല്ലേ എന്ന് പറയുമ്പോൾ അവൾ നിർത്തുന്നില്ല കേട്ടോ. പിന്നെ പറഞ്ഞോടിക്കുമ്പോൾ ഒന്ന് പൊയ്ക്കാന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോകുമ്പോഴത്തേക്കിന് കയ്യിലുണ്ടായിരുന്ന കോഫി ആണെങ്കിൽ ഹീറോയിൻ്റെ മേത്തോട്ട് ഒഴിക്കാട്ടോ. കറക്റ്റ് അവിടേക്കാണെങ്കിൽ ഹീറോ വന്നുകൊണ്ട് അവളെ പിടിച്ച് മാറ്റി ചെയ്യും. അവൻ്റെ മേത്തായിരിക്കും മൊത്തം അറിയുന്നത്. ഇത് കണ്ടു വന്ന ഡയറക്ടർ ആണെങ്കിൽ അവളെ കുറേ വഴക്ക് പറയുന്നുണ്ട്. നമ്മുടെ ഒരു VIP കസ്റ്റമറായിട്ട് നീ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ് ആ സാറിൽ അറിയാതെ പറ്റിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കോട്ടാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി കൊടുക്കും. അന്ന് മീറ്റിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകുമ്പോഴത്തേക്കിനും ഇവൻ ഇത്രയും വലിയ ആളാണോ എന്ന് ഹീറോയിൻ ഒരുമാതിരി നോക്കിയിട്ട് ടോങ്ങിയോടാണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നിന്റെ റൂംമേറ്റ് ആയിട്ടുള്ളത് ഇപ്പം
സേസോ ക്യാപിറ്റലിലെ സാൻഡി ഗ്രൂപ്പിന്റെ പ്രൊജക്ടിന്റെ ലീഡർ ആയിട്ടുള്ള അവനാണ് നിന്റെ കൂടെ ഇപ്പോ റൂമിൽ ഷെയർ ചെയ്യുന്നേ. എനിക്ക് ഇപ്പോഴും മനസ്സിലായി എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ രണ്ടുപേരും റൂംമേറ്റ് ആണെന്നുള്ള കാര്യം പുറത്തുള്ള ആരോടും പറയാൻ വേണ്ടി നിൽക്കണ്ട. കാരണം അവൻ ഇത്രയും വലിയ സ്ഥാനത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും പേരുദോഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അതിലിടപെട്ട് നശിപ്പിച്ചെന്ന് പറയും. അതുകൊണ്ട് ഇത് ആരോടും പറയണ്ടെന്ന് പറയും. അങ്ങനെ അടുത്ത ദിവസം ഇവളാണെങ്കിൽ ഫുഡെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും മണം അടിച്ച് ഒരുത്തരാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ. എന്താ നിനക്ക് എന്തെങ്കിലും വേണോന്ന് നിൽക്കുമ്പോഴത്തേക്കിനും കടയിൽ നിന്ന് മേടിച്ച് ബ്രെഡ് ഒന്നും വെച്ചുണ്ടാക്കുന്ന സാധനം എനിക്ക് വേണ്ടെന്നും പറഞ്ഞിട്ട് ഫ്രിഡ്ജിൽ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോഴത്തേക്കിനാ അവള് ചോദിക്കുന്നുണ്ട്, ലില്ലി ആയിട്ട് എന്താ പിന്നെ അടി കൂടിയോ? ഇങ്ങനെ ചെറിയ ചെറിയ അടിയൊന്നും ഉണ്ടാക്കണ്ട, ഇന്നത്തെ കാലാവസ്ഥ നല്ലതല്ലേ, നിങ്ങൾ രണ്ടുപേരും പുറത്തേക്ക് ഒന്ന് കറങ്ങിയിട്ട് വാ എന്നാണേ പറയുമ്പോ ഹൗസ് ഓണർ എന്റെ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനാ അന്നങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞിട്ട് സാധനം എടുത്ത് വെച്ചിട്ട്, അല്ല നമ്മൾ ഒരേ വീട്ടിലല്ല നിൽക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ അറിയാന്ന് വെച്ച് ചോദിച്ചാന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഫ്രിഡ്ജിൽ നോക്കിയിട്ടൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇവൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു പങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവള് ചോദിച്ചതിന്റെ മറുപടി പറയാട്ടോ, ലില്ലിക്ക് എന്റെ കൂടെ ഒന്നും വരാൻ നേരമില്ലെന്ന്, അതെന്താ അത്ര ബിസിയാണെന്ന് നോക്കുമ്പോ അവളല്ല, അവളുടെ സ്റ്റുഡിയോ അങ്ങനെയാണ്, നൈറ്റ് വരെ ജോലിയായിരിക്കും എന്നാണേ പറയുമ്പോ അവളാണെങ്കിൽ ഒരു ബ്രെഡ് മാത്രം അവൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ട് ഞാൻ എന്നൊരു സ്ഥലം വരെ പോയിട്ട് വരാം, വെഡിങ്ങിന് ബുക്ക് ചെയ്ത റൂമിന്റെ വാടകയോ കിട്ടത്തില്ല, എന്നാൽ വെഡിങ്ങിന് വേണ്ടിയിട്ട് റിങ് മേടിച്ചായിരുന്നു, അതെങ്കിലും വിറ്റ് എന്തെങ്കിലും ക്യാഷ് കിട്ടുമോ നോക്കട്ടെ എന്ന് പറയുമ്പോ ഇനി സിമ്പതി ഇറക്കിയ കിട്ടില്ല എന്ന് പറയും. ഇല്ല ഞാൻ ടാബ്ലറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്, എനിക്ക് ഇനി ഒന്നും പറ്റത്തില്ല, അതുകൊണ്ട് ഇതിന്റെ പൈസയെങ്കിലും മിച്ചം പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവള് പോകാൻ നേരത്ത് ഒരു ബ്രെഡ് എക്സ്ട്രാ വന്നു, അതുകൊണ്ട് നീ അത് കഴിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്തു, എനിക്കൊന്നും വേണ്ടെങ്കിൽ അവിടെ വെച്ചതെന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അവിടെ പോയിന്ന് കണ്ടത് ആക്രാന്തത്തോടെ എടുത്ത് കഴിക്കാട്ടോ, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ മൊത്തം ചുറ്റി കറങ്ങിയത്. അങ്ങനെ ഇവളാണെങ്കിൽ റിങ് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും അവിടെയാണെങ്കിൽ ലില്ലിനെ കാണുക, ലില്ലിന്റെ മാനേജറിന്റെ കൂടെ ആയിരിക്കും അവളുള്ളത്. ഇവക്കാണെങ്കിൽ വലിയൊരു ഫാഷൻ ഈവന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അതിനകത്ത് കൊണ്ടുപോകണമെങ്കിൽ മാനേജർ ഒന്ന് കനിയണം കേട്ടോ. അതുകൊണ്ട് ലില്ലി ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള രീതിയിലാണ് അയാളോട് ഇടപഴകുന്നത്. ഇത് കണ്ട നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഓഹോ ഇവളുടെ പോക്ക് കണ്ട നമ്മുടെ ലീഫിന്റെ ഹാർട്ട് ബ്രേക്ക് ആവുന്ന തോന്നല്ലോ, അന്ന് അവനോട് ഇച്ചിരിയൊക്കെ കരുണ കാണിക്കണം എന്നും പറഞ്ഞോണ്ട് ഇവള് വീട്ടിലോട്ട് വരും. ലില്ലി ഒരുത്തിന്റെ കൂടി ഉണ്ടായിരുന്ന കാര്യം ലീഫയോട് പറയണം, പക്ഷെ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപഴകുന്ന പോലെ ആവത്തില്ല, അത് വേണോന്ന് പറഞ്ഞ് ആലോചിച്ച് വരുമ്പോഴത്തേക്കിനോ ഒരുത്തനാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞ് ടോയും കളിച്ചുകൊണ്ട് വരും കേട്ടോ. ഇത് അവള് കറക്റ്റ് കാണുകയും ചെയ്യും. ഡിന്നർ ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ് വിളിക്കാൻ വന്നാന്ന് പറയും. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു പറച്ചില്, എന്തോ നീ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടില്ലേ, എന്നോട് എന്തെങ്കിലും പ്രാങ്ക് ചെയ്യാണോ അതോ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മുട്ട മണി വെച്ചിട്ടുണ്ടോ? സത്യം പറയാന്ന് പറയുമ്പോഴത്തേക്കിനും രണ്ടുപേരും 2 നേരമായിട്ട് ഉണ്ടാക്കി കഴിച്ച് ചിലവധികമല്ല, അതാ നിന്നെ വിളിച്ചെന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണ് കാര്യങ്ങളുടെ പൊക്കെങ്കിൽ എനിക്ക് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നെ ഇടുമ്പോഴത്തേക്കിനും വേണമെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു എന്നിട്ട് അവള് പോവും. അങ്ങനെ നൈറ്റ് ഇരിക്കുമ്പോഴത്തേക്കിന് ഇവളുടെ പാരൻസ് ഇവളെ വിളിക്കും കേട്ടോ. ഇവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആയ കാര്യമൊന്നും അവള് പറയുന്നില്ല, അതുകൊണ്ട് കല്യാണത്തിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കിന് ഞങ്ങളത് കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചേക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവളൊന്ന് ഒപ്പിക്കുന്നത് കേട്ടോ. റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കിന് കിയാൻഫേ നിന്റെ റൂമിലിരുന്ന് എന്ത് പറഞ്ഞാലും പുറത്തോട്ട് കേൾക്കുന്നുണ്ട്, സൗണ്ട് പ്രൂഫ് ഒട്ടും ഇല്ലാത്ത എന്നാണേ പറയുമ്പോൾ ഞാൻ ഇനി കോൾ ചെയ്യുമ്പോൾ പയ്യെ വിളിച്ചോളാന്ന് പറയും. ബ്രേക്കപ്പിന്റെ കാര്യം ഉടനെ പാരൻസിനോട് പറയുന്നതായിരിക്കും നല്ലത്, നീട്ടി വെച്ചോണ്ട് അവർക്ക് വിഷമം വരാതെ ഒന്നും ഇരിക്കില്ല എന്നാണേ പറയുമ്പോൾ എന്നോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നീ ഇതൊന്നും കാണാത്ത രീതിയിൽ നിന്നാൽ മതി എന്ന് പറയും. എന്താ നിന്റെ കണ്ണൊക്കെ റെഡ് ആയിട്ടിരിക്കുന്ന, കരഞ്ഞോ നോക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് നടക്കും. അപ്പൊ അവരാണെങ്കിൽ ഇങ്ങനെ പറയാം കേട്ടോ, ഈ മനുഷ്യന്മാരുടെ കാര്യം ഇങ്ങനെയാണ്, ഒന്നത്തിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയാൽ അതിനകത്തോട്ട് അങ്ങ് ലയിച്ച് കയറും, അതിൽ നിന്ന് എന്തെങ്കിലും മോചനം കിട്ടുകയാണെങ്കിൽ തന്നെ മനുഷ്യന്മാരെ ഏതൊക്കെ നിലയിലെത്തുവോ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനോ ഉടനെ നിനക്ക് ഈ അവസ്ഥ വരുവാടാ എന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങ് കയറി പോവും. അടുത്ത ദിവസം ഇവള് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് HR വന്നിട്ട് നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിടാന്ന് പറയും. അതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം, ഞാൻ നന്നായിട്ട് തന്നെയല്ലേ ഇവിടെ വർക്ക് ചെയ്യുന്നത്, അതൊന്നും അറിയില്ല, ലീഡേഴ്സ് ഒക്കെ ഇത് തീരുമാനമാണ് ഇന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനോ ഹീറോയിന് ഭയങ്കര വിഷമം കേട്ടോ. അവിടേക്ക് ആ സിയെ വന്നിട്ട് ഒരുമാതിരി ചിരിച്ചിട്ട് പോയി, ഇവളെന്തോ ഒപ്പിച്ച പണിയാട്ടോ. അങ്ങനെ ഉണ്ടായിരുന്ന ജോലിയും പോയി, ബോയ് ഫ്രണ്ടും പോയി, എല്ലാം പോയിട്ട് അവള് ഭയങ്കര സങ്കടത്തിലാവുക. ഇവളിങ്ങനെ പോകുന്നതാണെങ്കിൽ ഹീറോയും കാണുന്നുണ്ട് കേട്ടോ. ഹീറോയും പോയ കാര്യം ഡയറക്ടർ ഇപ്പോഴായിരിക്കും അറിയുന്നത്, ഇതെന്തെല്ലാം സിയ ഒപ്പിച്ച പരിപാടി ആയിരിക്കും പറഞ്ഞിട്ട് അവളെ വിളിച്ച് വഴക്ക് പറയാന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കിന് ഡയറക്ടറിനെ ആണെങ്കിൽ ആരോ മെസ്സേജ് അയക്കാട്ടോ. ഈ മെസ്സേജ് കണ്ടത് ആ സിയ പെണ്ണിനെ ഒന്നും പറയാതെ അങ്ങ് പറഞ്ഞേക്കും. ഇവിടെ നമ്മുടെ ലീഫേനെ ആണെങ്കിൽ സ്വന്തം അച്ഛൻ തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നിർത്തിയേക്കാട്ടോ. എന്ത് ഇതായിട്ട് അവർ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നു, ഒരു ലുക്കും ഇല്ല ഇതിലെന്ന് പറയുമ്പോഴത്തേക്കിനോ അയാളും പറയാട്ടോ, നിന്റെ അച്ഛനാണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്, നിന്റെ മാനേജ്മെന്റിൽ പ്രഷർ ആകുന്നത്, നിന്റെ പ്രൊജക്റ്റിൽ ഇടപെടാൻ നോക്കിയത്, പക്ഷെ ഒന്നും തന്നെ നടന്നില്ല, നിങ്ങളെപ്പറ്റി പല റൂമേഴ്സും നിന്റെ അച്ഛൻ ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ റൂമേഴ്സ് ഒക്കെ ഇറക്കാൻ ഞാൻ അത്ര ഫേമസ് ആണ്, അതൊന്നും വർക്കൗട്ട് ആവില്ല എന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഈ പെൺകുട്ടിനെ അറിയാന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കാണിക്കും. ആ ഇവിടെ ജോലി ചെയ്യുന്ന ക്ലർക്ക് പെണ്ണല്ലേ, ഇവളായിട്ട് എനിക്കെന്ന ബന്ധം, ഇവളുമായിട്ട് കൂടിയിട്ടാണ് ഞാൻ ഈ കമ്പനി സീക്രട്ടൊക്കെ അടിച്ചിറക്കുന്നതെന്നൊന്നും എൻ്റെ അച്ഛൻ പറഞ്ഞേക്കല്ലേ, ഞാൻ ഈ ഓഫീസിൽ വരാൻ വേണ്ടി തന്നെ കാരണം ഉണ്ടായത് നമ്മൾ ഓഫീസിലെ മാനേജറിനെ ആണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാണ് ഈ കമ്പനിയിൽ ഇപ്പം എനിക്ക് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നത്. നീ ഇപ്പം പറഞ്ഞു വരുന്നതിൽ തന്നെ നിന്റെ പ്രധാന പ്രശ്നം ഈ പെങ്കൊച്ച് തന്നെയാണ്. ഈ പെങ്കൊച്ച്
അച്ഛന്റെ ജോലി എന്താണെന്ന് ശരിക്കും അറിയോ? മാനേജർ ആയിട്ടുള്ളവരുടെ എല്ലാം കണ്ടുപിടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ പരത്തുന്നതാണ് ഇവരുടെ സ്വഭാവം. കിയാൻഫിനെ പറ്റി തന്നെയാണ് നിങ്ങൾ ഈ പറയുന്നത്. ആള് ഭയങ്കര പുള്ളിയാന്ന് തോന്നല്ലോ. അതുകൊണ്ടായിരിക്കും അന്ന് ആ ലേലത്തിന് ഡയറക്ടർ ഹീറോയിനും കൊണ്ട് വന്നത്. കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഹീറോയിന്റെ പേര് കാണിച്ചിട്ട് അവർക്ക് രക്ഷപ്പെടാമല്ലോ. ഇന്ന് ആ പെങ്കൊച്ചാണെങ്കിൽ ഓഫീസിൽ പോകുന്ന കണ്ടു. ഈ ഫോട്ടോസ് കാരണമാണോ അവളുടെ ജോലി പോയത്? അതല്ല, അവരുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങളാണ്, അത് അവരുടെ പ്രശ്നം. ഇപ്പൊ കമ്മിറ്റിയിലുള്ളവരൊക്കെ ആണെങ്കിൽ നിന്നെ സംശയിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം നിനക്ക് ഈ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് കിയാൻഫേന്റെ കൂടെ നീ ചേർന്നിട്ട് മാനേജറെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നീ ചോർത്തി കൊടുത്തെന്ന് അവർ സംശയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് പണി കിട്ടുമെന്ന് പറയുമ്പോഴത്തേക്കിന് അതിന് ആ പെണ്ണുമായിട്ട് ഞാൻ ഒരു ഇടപാടിന് നിന്നിട്ടില്ലല്ലോ. പിന്നെന്തിനാ എല്ലാവരും എന്നെ സംശയിക്കുന്നത്? നിങ്ങളൊന്ന് സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങളുടെ വർത്തമാനത്തിനെക്കാട്ടിലും നിങ്ങളുടെ ഫേസ് കാണുമ്പോഴാണ് എന്തോ കള്ളലക്ഷണം തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും ആദ്യം ഞാൻ അങ്ങേരെ എന്നൊക്കെ പോയി കാണിട്ടേന്ന് പറഞ്ഞിട്ട് അവൻ എവിടെയൊക്കെ പോകുന്നുണ്ട്. പാവ ഹീറോയിനാണെങ്കിൽ ജോലി പോയ കാര്യമൊക്കെ ജിയോട് പറയുമ്പോഴത്തേക്കിനും ഇനിയിപ്പോൾ നീ എന്താ ചെയ്ത് വെക്കുമ്പോൾ കയ്യിലുള്ള പൈസ വെച്ചൊരു 3-4 മാസമാണെങ്കിൽ കഴിഞ്ഞു പോവാം. പിന്നെ ഇനി ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ആഗ്രഹം, അതിലൂടെ എൻ്റെ കരിയർ ഞാൻ വളർത്തണം എന്നാണേ പറയുമ്പോഴത്തേക്കിനും ഇപ്പോഴെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തല്ലോ. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെക്കുമ്പോഴത്തേക്കിന് ഡയറക്ടറിൻ്റെ സൈഡാണെന്ന് തോന്നുന്നു. അവരെങ്ങാനും എവിടെയെങ്കിലും ജോലി ഒപ്പിച്ച് തരികയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെയാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ അവൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നേക്കുക. ഇവൻ നല്ല റിച്ച് ഫാമിലി ആട്ടോ. പക്ഷെ വീട്ടുകാരോട് അധികം സംസാരിക്കുക, അവരെ പൈസ കൊണ്ടൊന്നല്ല അവൻ കഴിയുന്നത്. ഇപ്പൊ അവന്റെ വീട്ടിൽ വന്നിട്ട് അവന്റെ അച്ഛന്റെ പേര് പറഞ്ഞു വിളിക്കുക, ലീ എന്നും പറഞ്ഞുകൊണ്ട്. നിങ്ങളല്ല ആൾക്കാർ തീർത്തി എന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതെന്ന് വെക്കുമ്പോഴത്തേക്കിനോ ഞാനാ എടുത്തില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കുന്നു വെക്കുമ്പോ സത്യം പറഞ്ഞോ എടുത്തത് നിങ്ങളല്ലെന്നെങ്ങാനും പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് തന്നെ ക്ഷമിക്കുമോ? എൻ്റെ മകൻ്റെ കരിയർ അറിയാൻ വേണ്ടിയിട്ട് അവനെ പറ്റിയുള്ള ന്യൂസൊക്കെ ഞാൻ തന്നെ അടിച്ചടിച്ച് ഇറക്കുമോ എന്നാണ് ചോദിക്കുമ്പോൾ അത് ശരിയാണ്. പിന്നെ ഏതവൻ ആ ഫോട്ടോസൊക്കെ ലീക്കാക്കി എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിന് എബ്രോഡിൽ പഠിച്ച് ചെറിയ ചെറിയ പ്രൊജക്റ്റൊക്കെ ചെയ്ത് സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് നീ വലിയ പയ്യനായെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോഴും മനസ്സിലായി നീ ഇപ്പോഴും ചെറുത് തന്നെയാണ്. ചെറിയ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേ അത് പരിഹരിക്കേണ്ടത് കണ്ടുപിടിക്കാതെ എല്ലാം കൂടി കുറ്റം എൻ്റെ തലയിലിട്ടിട്ട് നീ അതിൽ നിന്ന് ഒഴിഞ്ഞു പറയാനാണ് നോക്കുന്നത്. ഒരു കാര്യം ചെയ്യെല്ലാം വിട്ടേക്ക്, നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യും. അവിടെയാണെങ്കിൽ പുതിയ ടെക്നോളജി ഒക്കെ ഉണ്ട് എന്നാണ് പറയുമ്പോൾ പുതിയ ടെക്നോളജി അല്ലേ, അതിൻ്റെ ലൈസൻസ് ആരുടെ കയ്യില? നിങ്ങളുടെ പേരിലൊന്നല്ലോ. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ. അതുകൊണ്ട് സ്വന്തം പേരിലെല്ലാം ആക്കി കഴിയുമ്പോൾ എന്നോട് പറ, അപ്പം ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവനവിടുന്ന് പോകും കേട്ടോ. ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് ലില്ലി ആണെങ്കിൽ അവളെ വിളിക്കും. അത് പിന്നെ ഞാൻ ഹീറോ ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നീ ഒന്നും അത് അവനോട് പറയുന്നു വയ്ക്കും. എന്ത് ബ്രേക്കപ്പ് പെട്ടെന്ന് എന്താ പറ്റി നോക്കുമ്പോൾ 2-3 നാളായിട്ട് ഞങ്ങൾക്ക് തമ്മിൽ അടിയാന്ന് നീ തന്നെ കണ്ടല്ലോ. അത് മാത്രമല്ല പിന്നെ ഇതെന്ന് പറഞ്ഞൊരു ഫോട്ടോ കാണിച്ചത് അവളാണെങ്കിൽ ഷോക്കാവും. ഇത് ഫോട്ടോഷോപ്പാണ്, എനിക്കും ലീഫിൻ്റെ ഇടയിൽ ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ലില്ലിയാണെങ്കിൽ ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. അവനോട് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞേക്കാം. അവൻ്റെ കയ്യിൽ എൻ്റെ പാസ്പോർട്ട് ഉണ്ട്, അത് മാത്രം നീ ഒന്ന് വാങ്ങിച്ചു തരണം ഇന്നാണെങ്കിൽ പറഞ്ഞിട്ട് പോവാ കേട്ടോ. ഇവക്കാണെങ്കിൽ എന്നെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെ താനിത് അവനോട് പറയും? പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനാ അവന് വന്ന കലക്ക് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞ് പൊട്ടിക്കുമെന്ന് മേടിച്ചിട്ട് പൊട്ടാൻ പാകത്തിനുള്ള എല്ലാ സാധനങ്ങളും ആണെങ്കിൽ അവളെടുത്ത് മാറ്റി വെക്കും കേട്ടോ. നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്ന കണ്ടത് ഇവളോടി റൂമിനകത്തോട്ട് കയറും. ഇതാണെങ്കിൽ ഹീറോ കാണുകയും ചെയ്യുവേ. ഹൗസ് ഓണർ എന്നാണ് ഈ വന്ന് വിളിക്കുമ്പോഴത്തേക്കിന് എന്താ മോനെ നിനക്ക് വേണ്ടേ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് നിന്റെ ജോലിയിൽ നിന്ന് പോയതിന് ഞാൻ എന്തെങ്കിലും കാരണക്കാരനാണോ എന്ന് നോക്കുമ്പോൾ അതെങ്ങനെ നീ കാരണക്കാരാവുന്നേ? ആ സിയപ്പെണ്ണിന്റെ സ്ഥാനത്തെങ്ങാനും ഞാൻ വരുമെന്ന് പേടിച്ചിട്ടാണ് അവൾ അവളുടെ ആൾബലത്തിൽ എന്നെ ആ ഓഫീസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ കാരണമല്ലല്ലോ നിന്റെ ജോലി പോയത്. ഓ ആശ്വാസമായി. നീ കാരണം എങ്ങനെ എൻ്റെ ജോലി പോകുന്നേ? നമ്മൾ രണ്ടുപേരും റൂംമേറ്റ്സ് ആണെന്ന് നീ വേറെ ആരോടെങ്കിലും പറഞ്ഞോ? ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. നീ ഇപ്പം എവിടെയൊക്കെ പോകുന്നതെന്ന് ചോദിക്കും. ഞാനെവിടെ പോകാൻ എൻ്റെ വീട്ടിൽ നിന്ന്? അല്ല നിന്റെ തിങ്സ് ഒന്നും ഇവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചേ. ഓ അത് ഞാൻ ക്ലീൻ ചെയ്യുമായിരുന്നു, അപ്പം എല്ലാം മാറ്റിയതെന്ന് പറയുമ്പോഴത്തേക്കിനോ ഓ അതായിരുന്നല്ലേ കാരണം. നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ കേട്ടോ, ഞാൻ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ നീ എനിക്ക് പറഞ്ഞു തരാമെന്നാ. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേ റൂമിലാണ് ഉള്ളത്, പോരാഞ്ഞിട്ട് ഒരേ ലെവലിലും. എന്ത് ഒരേ ലെവലോ? ഞാൻ സാൻഡ്ലി പ്രൊജക്ടിന്റെ ലീഡറാണ്, അപ്പം നമ്മളിങ്ങനെ ഒരേ ലെവലിലാവാതെ ചിരിക്കും. നിന്റെ കമ്പനിയിലെ മാനേജറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടാണ് നീ ഇപ്പോൾ ഈ സ്ഥാനത്തിലോട്ട് വന്നത്. ഞാൻ നിന്നെ പറ്റി ഇതുവരെ ആരും പറയുന്ന പോലും കേട്ടിട്ടില്ലല്ലോ നിന്റെ കമ്പനിക്കാര്. അത് എനിക്ക് വലിയ ഫേമസ് ആവുന്നതെന്ന് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. ഞാൻ വേണമെങ്കിൽ നിനക്കെല്ലാം പറഞ്ഞുതരാം, ഓഫീസിൽ എങ്ങനെ വർക്ക് ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാന്ന് പറയുമ്പോൾ എനിക്ക് ഈ വർക്കിൽ പൊളിറ്റിക്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു നാൾ എന്തായാലും നീ എൻ്റെ അടുത്തോട്ട് വരും, ഒന്ന് എന്നെ ടീച്ച് ചെയ്യുമെന്ന് ചോദിച്ച്. അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കാണുന്നു പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നത്. എനിക്ക് നിന്നോട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുണ്ട്. നീ എപ്പോഴെങ്കിലും റെഡ് കളർ കാറ് റെന്റിന് എടുത്തിട്ടുണ്ടോ എന്ന് നിൽക്കുമ്പോൾ ഇല്ലാന്ന് പറയും. ഡ്രൈവറായിട്ട് ആ കാറിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെ ഇങ്ങനെ ഈ ഫോട്ടോ വന്നതെന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കും കേട്ടോ. അന്ന് ഇവള് കുടിച്ചിരിക്കുമ്പോഴത്തേക്കിന് ഇവന്റെ കാറിലാണെങ്കിൽ ഇവള് ഇരുത്തിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിന് ഓപ്പോസിറ്റ് ഒരു കാർ വന്നിട്ടുണ്ടാവും. അവരായിരിക്കും കേട്ടോ ഈ ഫോട്ടോ എടുത്തത്. ഈ ഫോട്ടോ ആയിരിക്കും കണ്ടത്. ഇതിങ്ങനെ നിനക്ക് കിട്ടിയ ഇത് ആരയച്ചെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ലില്ലി ആയിരിക്കും. ലില്ലി എന്തിനാ നിനക്ക് ഈ ഫോട്ടോ അയച്ചെന്ന് നോക്കുമ്പോഴത്തേക്കിന് നീ കുറച്ച് വെള്ളം കുടിക്കുന്നത് നോക്കും.
നീ തമാശ കളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാന്ന് പറയുമ്പോഴത്തേക്കിനും അത് പിന്നെ ലില്ലിയനോട് നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അവൾ നിന്നെ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ കാരണം എന്ന് വയ്ക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തുപോകുന്നില്ലെന്നാ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇത്ര വർഷങ്ങളായിട്ട് അവൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടുള്ളൂ. അവൾക്ക് വേണ്ടി എല്ലാം ഞാൻ വിട്ടുകൊടുത്തു. എന്നിട്ട് അവൾ തന്നെ ഇത് പറയണം എന്നും പറഞ്ഞാൽ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല അവൾ പോയതിനട്ടോ. അപ്പത്തേക്കിനും അവളാണെങ്കിൽ അതൊക്കെ പോട്ടെ, ഈ ഫോട്ടോനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നിന്റെ കാരണം എങ്ങനെ ഞാൻ വന്നത്? നീ എങ്ങനെ എന്നെ തട്ടിക്കൊണ്ട് പോയതോ അതോ വല്ല ഡ്രിങ്കിലും മയക്കുമരുന്ന് ചേർത്ത് എന്നെ കൊണ്ടുവന്നോ? എന്നെ നീ എന്താ ചെയ്തേ? ഓ അതൊന്നുമില്ല, ആദ്യം ഈ ഫോട്ടോ വഴി ഡിലീറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഫോട്ടോ തട്ടിപ്പറിച്ച് അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവള് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കുറച്ച് ക്ലോസ് ആവും കേട്ടോ. എന്റെ ദൈവമെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെ അവിടെ കട്ട് ചെയ്തിട്ട് കിയൻഫി ആണെങ്കിൽ മാസമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ഒരുത്തിന് അവിടെ മൂലയ്ക്ക് ഇരിക്കും കേട്ടോ. എന്നിട്ട് അവനോട് ഇനി പറയടാ സത്യം എന്ന് പറയുമ്പോഴത്തേക്കിനും നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ നടന്നത്. നീ അന്ന് കുടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ഓർമ്മയൊന്നും ഇല്ലാത്തത്. പിന്നെ ഈ കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ബന്ധങ്ങളൊന്നും അപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. ഓരോന്നിട്ട് ഇങ്ങനെയൊന്നും ഞാൻ പെൺകുട്ടികളോട് ഇതിനു മുമ്പ് പെരുമാറിയിട്ട് പോലും ഇല്ല എന്നാണ് പറയുമ്പോഴത്തേക്കിനും അപ്പൊ നീ പറഞ്ഞു വരുന്നത് നമ്മൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ആരോ വരുത്തി തീർക്കാൻ വേണ്ടിട്ട് നിന്നെ ചതിക്കാൻ വേണ്ടി ഫോട്ടോ എടുത്തു എന്നാണോ? അതെ, അതാണ് സത്യം. എന്നാലും നമ്മളുടെ ഫോട്ടോ ഏതവനെ എടുത്ത് എന്തിനു വേണ്ടി എടുത്തു നോക്കുമ്പോ എന്റെ പൊന്നോ വന്നെടുത്തതിന് പിന്നെയും ഇവിടെ എത്താണ്. നിന്നോട് ഞാൻ ഓൾറെഡി കാര്യം പറഞ്ഞല്ലോ, നമ്മൾ രണ്ടുപേരും ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്റെ പേര് ചീത്തപ്പേരാക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരുത്തരാണെങ്കിൽ ഫോട്ടോ എടുത്ത് റൂമേഴ്സ് ഉണ്ടാക്കാനാണ് നിന്നത്. പക്ഷെ ആ റൂമേഴ്സ് ഉണ്ടാക്കാൻ നിന്നവനാണെങ്കിൽ വെറും പൊട്ടനാണ്. കാരണം നിന്നെപ്പോലെ ഒരുത്തിന് ഞാൻ പ്രേമിക്കാനോ? എന്നെപ്പോലെ ഒരു പെണ്ണോ എന്നും പറഞ്ഞിട്ട് നോക്കി പഠിപ്പിക്കുമ്പോഴത്തേക്കിന് അത് നിന്നെപ്പോലെ ഭയങ്കര ടാലന്റ് ആയിട്ടുള്ള ഒരു പെൺകുച്ചിന് എന്നാണേ പറയുക. അവളാണെങ്കിൽ ശരിക്കും. എന്നിട്ട് ഇവനാണെങ്കിൽ റൂമിൽ പോയിട്ട് ലില്ലി ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ നോക്കിയിട്ട് ഇച്ചിരി വിഷമിച്ചിട്ട് അവളുടെ ആയിട്ടുള്ള എല്ലാ തിങ്സും ആണെങ്കിൽ അവൻ ബാഗിലെടുത്തിട്ട് റൂമിന് പുറത്തെടുത്ത് വെക്കുക കേട്ടോ. ഇതാണെങ്കിൽ ഹീറോയിനും കാണുന്നുണ്ട്. നെക്സ്റ്റ് ഡേ ലില്ലി ആണെങ്കിൽ തന്റെ തിങ്സ് ഒക്കെ ഒന്ന് കൊണ്ടു തരുമെന്ന് നോക്കുമ്പോഴത്തേക്കിനും അവൻ ഇതുവരെ എണീച്ചിട്ടില്ല. അവൻ്റെ ആ സാധനം എടുത്തു കൊടുക്കാന്നുണ്ട് പോകുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ വരുവാട്ടോ അങ്ങോട്ടേക്ക്. ഇന്നാണെങ്കിൽ ലീവ് എടുത്തേക്കാണ് ഓഫീസിൽ. അതുകൊണ്ട് എന്തിനാ നേരത്തെ എണീച്ച് നോക്കുമ്പോഴത്തേക്കിനും ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി താഴെ പോകണം. അയ്യോ നീ എന്തിനാ പുറത്ത് ഫുഡൊക്കെ വാങ്ങിക്കുന്നത്? ഞാൻ നിനക്ക് ഉണ്ടാക്കി തരും. എന്താ വേണ്ടത് പറ. ഞാൻ ഉണ്ടാക്കുന്ന നേരം നിനക്ക് റൂമിൽ റെസ്റ്റ് എടുക്കാമല്ലോ, കടന്നു തുടങ്ങിക്കോ. ഞാൻ വന്ന് വിളിച്ചോളാന്ന് പറയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം. നീ എപ്പോഴും ഓന്ത് നേരം മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറ, നിനക്ക് എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, നിനക്കിപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് വിചാരിച്ചെന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് ഇത് വേണം അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിന് ശരി നീ റൂമിൽ പോയിക്കോ ഞാനെല്ലാം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞിട്ടിട്ട് ആ തിങ്സ് എടുത്ത് പയ്യെ പുറത്തോട്ട് വന്നിട്ട് അവക്കെല്ലാം എടുത്തു കൊടുക്കുമ്പോഴത്തേക്കിന് ഹീറോ കറക്റ്റ് അങ്ങോട്ടേക്ക് വരും. പതിവില്ലാത്തതിനെ സ്നേഹം കണ്ടപ്പോഴേ തോന്നി ഇങ്ങനെ എന്തെങ്കിലും ഒപ്പിക്കാനായിരിക്കുന്നു. പിന്നെ നിന്റെ കാര്യം, നിന്റെ തിങ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നീ ഇങ്ങനെ ഒളിച്ചും പാത്ത് എന്തിനാ വന്നത്? വന്നെടുത്തിട്ട് പോയിക്കൂടായിരുന്നു നിൽക്കുമ്പോൾ നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത്? ഭാവം കണ്ട ഭയങ്കര റിച്ചാന്ന വിചാരം. റെന്റിനൊരു വീടെടുക്കാൻ പോലും ത്രാണില്ലാത്തവനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത്. ഓ അപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല നീ എന്നെ വിട്ടിട്ട് പോയത്? പൈസ ഇല്ലാത്തതുകൊണ്ട് നിന്റെ തനി സ്വഭാവം എനിക്ക് മനസ്സിലായി. ലീഫെ നീ ഇങ്ങനെ കുഞ്ഞു പിള്ളേരെ പോലെ പെരുമാറല്ലേ. ഒരിടത്തുനിന്ന് നമുക്ക് ലവും പണവും ഒരുപോലെ കിട്ടിയാലേ അവിടെ നമ്മുടെ സ്നേഹം നിലനിൽക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം നിന്റെ അടുത്തുനിന്ന് കിട്ടാത്തപ്പോൾ ഞാനത് നിന്റെ അടുത്തിരിക്കുന്ന ഓഫ്കോഴ്സ് നിന്നെ ഞാൻ വിട്ടിട്ട് പോകും. പിന്നെ നിന്റെ വേറൊരു സ്വഭാവമാണ്, നീ നിന്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെടുന്നതൊക്കെ. പക്ഷെ നിന്റെ അച്ഛനെ പോലെ ഒരാളെ നിനക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് ലില്ലി ഞാൻ നിന്നോടൊരു കാര്യം പറയാം. മാസങ്ങളായിട്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു നിന്നെ ബ്രേക്കപ്പ് ചെയ്യാന്ന്. അതിനു മുമ്പ് ഒരു വീടൊക്കെ വെച്ച് നീ സേഫായിട്ട് ഇരിക്കണമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. റെന്റിനൊരു വീടെടുക്കാൻ വേണ്ടിയിട്ട് നിന്റെ കയ്യിൽ ഞാൻ പൈസ തന്നപ്പോഴത്തേക്കിന് അതിന് നിനക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ മേടിച്ച് വെറുതെ പൈസ ചെലവാക്കി. ഇന്ന് എൻ്റെ ഒരു കാർഡ് നീ വെച്ചോ, നീ നല്ലൊരു വീടെടുത്ത് സേഫായിട്ട് നിൽക്കണം. ഇതേ നിന്റെ കൂടെ ഇപ്പോഴുള്ള നീയം എന്നുള്ള പയ്യൻ നിന്നെ നന്നായിട്ട് ഇപ്പം നോക്കുമായിരിക്കും. പക്ഷെ എല്ലാവന്മാരും എന്നെപ്പോലെ ആവണമെന്നില്ല. അഥവാ നിന്നെ അവനെ ഒഴിവാക്കുവാണെങ്കിൽ നിനക്ക് താമസിക്കാൻ ഒരു വീടെങ്കിലും വേണ്ട. അതിനു വേണ്ടിയിട്ടാണ് ഈ കാർഡ് ഞാൻ തന്നത്. നിന്നോട് ഞാൻ ഇതുവരെ ഒന്നും മോശമായിട്ട് പെരുമാറിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നും ഉണ്ടാവില്ല. ഇതാണ് എനിക്ക് നിന്നോട് അവസാനമായിട്ട് പറയാനുള്ള ഒരു ഉപദേശം എന്നും പറഞ്ഞിട്ട് അവൻ പോകുമ്പോഴത്തേക്കിനോ ഇപ്പോഴാണ് അവൾക്ക് എല്ലാം മനസ്സിലാക്കുന്നത്. ഇതിന്ന് പോകുക കേട്ടോ. ഹീറോക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യാന്നും പറഞ്ഞിട്ട് ലാപ്ടോപ്പ് ആണെങ്കിൽ തുറക്കുമ്പോഴത്തേക്കിനോ അവള് ഫുഡൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുക. കിയൻഫെ നിന്റെ വീടൊരു ശാപം പിടിച്ച വീടാന്ന് നിനക്ക് തോന്നില്ലെന്ന് നിൽക്കുമ്പോൾ അതെന്താ നീ ഇപ്പൊ അങ്ങനെ പറയുന്നേ? കാരണം നീ ഈ വീട് മേടിച്ചപ്പോഴേ നിന്റെ ലവ് ആണെങ്കിൽ ബ്രേക്ക് ആയിപ്പോയി. റെന്റിന് വന്ന് ഞാനും ലില്ലി ഇപ്പൊ പിരിഞ്ഞു. അപ്പൊ ഈ വീട്ടിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ? നമുക്കെന്താ മന്ത്രവാദം എന്തെങ്കിലും ചെയ്യണമെന്ന് വെക്കുമ്പോ ഒരു പോടി ഈ കാലത്ത് നീ ഇത് വിശ്വസിക്കുന്ന പറഞ്ഞിട്ട് അവളെ കളിയാക്കും. വെറുതെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഇറങ്ങിയേക്കെന്ന് പറഞ്ഞിട്ട് അവള് റൂമിൽ പോകും കേട്ടോ. കുറേ രാത്രിയായിട്ട് അവന്റെ അനക്കങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പയ്യെ അവളും വന്നിട്ട് ലീഫെ നിന്റെ മനസ്സിൽ പലതും ഇപ്പൊ തോന്നാം. കാരണം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നിന്നെ വിട്ടുപോയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല.
പാടില്ല. എന്നൊക്കെ ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും അകത്തുനിന്ന് ഒരു സൗണ്ടും കേൾക്കുന്നില്ല. അന്ന് ചെക്കൻ ഉറങ്ങിയിട്ടുണ്ടാവും പറഞ്ഞവളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തൂങ്ങിച്ചത്തോ എന്നും പറഞ്ഞിട്ട് എടാ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുക, എന്നാലേ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവനൊന്ന് മൂളിയതാണ് അവൾക്ക് സമാധാനമാവുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവനാണെങ്കിൽ ഓഫീസിലൊന്നും ഇപ്പോൾ പോകുന്നില്ല കേട്ടോ. അവൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ എല്ലാം ഇവിടെ തന്നെ ആയിരിക്കും നോക്കുന്നത്. ഡാറ്റയിൽ എന്തൊക്കെയാണെങ്കിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, അത് അവൻ തന്നെ ഇവിടെ ഇരുന്ന് കറക്റ്റ് ചെയ്യുക. ഹീറോയിനൊക്കെ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ഹീജിൻ അവിടുത്തെ ഡയറക്ടർ ആണെങ്കിൽ ഹീറോൻ്റെ കമ്പനിക്കാരെന്താ വരാത്തെന്ന് നോക്കുമ്പോഴത്തേക്കിന് 2 ദിവസമായിട്ട് ഹീറോ ലീവാണെന്നും അവിടെ നിന്നാണെങ്കിൽ നമുക്കൊരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്ന് പറയുമ്പോഴേ ഡയറക്ടർക്ക് കാര്യം മനസ്സിലായി ഹീറോ വീട്ടിലിരുന്ന് തന്നെ എന്തൊക്കെയോ പണി ഒപ്പിക്കുന്നുണ്ടെന്ന്. ഹീറോയിൻ ആണെങ്കിൽ തിങ്സ് ഒക്കെ മേടിച്ച് വരുമ്പോഴത്തേക്കിന് ഇവൻ റൂമിൽ നിന്നിട്ട് അവള് വരുന്നതാണെങ്കിൽ നോക്കും കേട്ടോ. അവളും ഇവനെ കാണുവാണ്. പെട്ടെന്ന് തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അവള് വീട്ടിനുള്ളിൽ വന്നിട്ട് ലീഫേ നീ അകത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഒരു സിഗ്നലും എനിക്ക് കാണിക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം, ഞാൻ ഫുഡ് ഉണ്ടാക്കുമെന്ന് പറയും. അങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ച് ടേബിളിലാണെങ്കിൽ വെച്ചിട്ട് വാടാ ഫുഡ് കഴിക്കാൻ തന്നെ വിളിക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ വെറുതെ ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കാതെ വീച്ചായിട്ട് എടുത്ത് നോക്കാൻ പറയുക. അവളെടുത്ത് നോക്കുമ്പോഴത്തേക്കിന് എനിക്കുള്ള ഫുഡ് മാറ്റി വെച്ചേര്, എന്നിട്ട് നീ കഴിക്കാൻ പാടുള്ളൂ എന്നും പറഞ്ഞോണ്ട് കേട്ടോ. അവളാണെങ്കിൽ അവനുള്ള ഫുഡൊക്കെ ടേബിളിൽ എടുത്ത് വെക്കുമ്പോഴത്തേക്കിന് മുഖം പോലും കാണിക്കാതെ അവൻ അതൊക്കെയാണെങ്കിൽ എടുത്തിട്ട് പോകും. ഇവളവിടെ സമാധാനത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ മെസ്സേജ് ചെയ്യും കേട്ടോ, ഇതിന് ഉപ്പില്ല എരിവില്ല പുളിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ പറഞ്ഞവനാണെങ്കിൽ ഫുഡ് മൊത്തം എന്തായാലും കഴിച്ചു തീർത്തിട്ടുണ്ട്. അങ്ങനെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവനാണെങ്കിൽ വിശക്കാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ മാളത്തിൽ നിന്നാണെങ്കിൽ അവസരം അവൻ ഇറങ്ങും കേട്ടോ. ഹായ് ഹൗസ് ഓണർ, എനിക്ക് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാൻ തരുമെന്ന് വെക്കുമ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ അരിഞ്ഞു വെച്ചാൽ ഞാൻ ഉണ്ടാക്കി തരാം. എന്ത് ഞാൻ കട്ട് ചെയ്യാനോ? അതൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോൾ നീ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ രണ്ടുപേരും ഒരേ വീട്ടിലാണ്, ഫുഡ് ഒരുമിച്ചാണ് കഴിക്കുന്നത്, അതുകൊണ്ട് നീ എന്തായാലും ഹെൽപ്പ് ചെയ്യണം. നേരത്തെ നീ വിഷമത്തിലായതുകൊണ്ടാണ് വെറുതെ വിട്ട്, അതുകൊണ്ട് പച്ചക്കറികളൊക്കെ കഴുകി വെച്ച് കട്ട് ചെയ്ത് വെക്കുന്ന പറയുമ്പോഴത്തേക്കിന് ഞാൻ കട്ട് ചെയ്യാനോ, ഞാൻ പണിയെടുക്കാനോ? നടക്കില്ല, ഞാൻ പുറത്തു പോയി കഴിച്ചോളാം എന്നിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുമ്പോഴത്തേക്കിന് അവളെ വിളിക്കുന്നുണ്ടോ നോക്കും. മൈൻഡ് ആക്കുന്നില്ല എന്ന് കണ്ടത് ഞാൻ ശരിക്കും പോകട്ടോ, അതാ ഞാൻ പോവടി എന്ന് പറഞ്ഞുകൊണ്ട് അവനാണെങ്കിൽ പുറത്തോട്ട് പോകും കേട്ടോ. അതേസമയം ജൂണിന്റെ പാരൻസിനെയാണ് കാണിക്കുന്നത്. ജൂണിനൊരു ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലാത്തതിന്റെ പരാതിയാണ് രണ്ടുപേരും പറയുന്നത്. ലീഫിനെ കണ്ടു പഠിക്കടാ, ഒന്ന് പോയി ഒന്ന്, അവൻ എന്തോരം ഗേൾ ഫ്രണ്ട്സാ, നിനക്കൊരു കല്യാണമൊക്കെ കഴിച്ചൂടെ? അമ്മ അച്ഛൻ ഇത്ര നാളും നിങ്ങൾ പറയുന്നതല്ലേ ഞാൻ കേട്ടത്, സ്കൂൾ വിട്ട് നിങ്ങൾ പറയുന്ന ജോലി വരെയാണ് ഞാൻ ചെയ്യുന്നത്, ഇതോടെങ്കിലും നിർത്തിക്കൊള്ളു നിൽക്കുമ്പോൾ മോനെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഇങ്ങനത്തൊക്കെ പറയുന്നത് എന്നാണേ പറഞ്ഞു തുടങ്ങുമ്പോൾ ശരി നിങ്ങൾ ഇവിടെ പറഞ്ഞു, ഞാൻ അകത്തിരുന്ന് കഴിച്ചാൽ ഫുഡും കൊണ്ടുപോകും. ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ഡോങ്ങി ആണെങ്കിൽ കാണാൻ വേണ്ടി വന്നേക്കുക. അതേസമയം ജൂണിൻ്റെ റൂമിലാണെങ്കിൽ പാരൻസ് വന്ന് നോക്കുമ്പോഴത്തേക്കിന് ജൂൺ എന്ന് പറയുന്ന ഒരു ഗെയിമറാണ്. ഗെയിം എന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും അവൻ പോയത്. കണ്ടില്ലേ, ഡീമൺ മോൺസ്റ്റർ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെക്കൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് പാവം നമ്മുടെ ജൂൺ ആണെങ്കിൽ കുറേ വെപ്പൺസ് ഒക്കെ ആണെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ആണെങ്കിൽ ആ ഗെയിമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. ഡോങ്ങിയും ഇതേ ഗെയിം കളിക്കും കേട്ടോ. അവളാണെങ്കിൽ നോക്കുമ്പോഴത്തേക്കിന് ഏതവനാണ് ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ വൃത്തി കൊടുക്കുന്നിട്ട് അവൾ അതൊക്കെയാണെങ്കിൽ കളക്ട് ചെയ്ത് വെക്കാണ്. ജൂൺ റൂമിൽ കയറുമ്പോഴത്തേക്കിന് അമ്മ കാണിച്ച പരിപാടിക്ക് അവന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. 6 മാസം കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എൻ്റെ വെപ്പൺസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനാവും. എന്നിട്ട് നേരെ ലീഫിൻ്റെ അടുത്ത് വന്നിട്ടാണ് പരാതി പറയുന്നത്, എൻ്റെ ഡ്രീമും ഹോബിയും എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയിടുന്നും പറഞ്ഞ്. ഇവർ രണ്ടുപേരാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ജോബിനെ പറ്റി അന്വേഷിക്കുമ്പോഴത്തേക്കിന് ഇവർ കുറേ അടുത്ത് ഇവളാണെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ 3 ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ടുണ്ട്, അതും കിട്ടുമെന്നൊന്നും ഉറപ്പില്ല. എന്നാപ്പിട്ട് നീ എന്നെ പോലെ പാർട്ട് ടൈം ജോബൊക്കെ നോക്ക്, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കിന് അവളും ചിന്തിക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും ആണെങ്കിൽ നടന്നു വരുമ്പോഴത്തേക്കിന് അവിടെ തന്നെ നമ്മുടെ ലീഫയും ജൂണും ആണെങ്കിൽ കേട്ടോ അവനവിടെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഡോങ്ങിനും ആണെങ്കിൽ ഇതിനു മുമ്പ് ഭാര്യ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ പരിചയത്തിന് പുറത്ത് ഇവൻ വരുമ്പോഴത്തേക്കിന് ഇവനെന്ത് മോശമായിട്ട് പെരുമാറാനാ വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജൂണിനാണെങ്കിൽ എടുത്തെറിയും കേട്ടോ നമ്മുടെ ഡോങ്ങിയോ. എന്നിട്ട് ഇവർ രണ്ടുപേരാണെങ്കിൽ വീട്ടിൽ വരും. എൻ്റെ ഫ്രണ്ട് പാവമായോണ്ടാണ് അവനെ പോലീസിനൊന്നും പിടിച്ചു കൊടുക്കാതിരുന്നത്. എൻ്റെ ഫ്രണ്ട് കുടിച്ചോണ്ടാണ് ഇങ്ങനെ പെരുമാറിയ, അല്ലെങ്കിൽ അവൻ ഡീസൻ്റാന്ന് പറയുമ്പോഴത്തേക്കിനും കുടിച്ചാലേ ചിലവന്മാരെ യഥാർത്ഥ രൂപമൊക്കെ തിരിച്ചറിയാൻ പറ്റൂ. നീ കുടിച്ചാൽ മാത്രം ഭയങ്കര പാവത്താനെ പോലെയാണല്ലോ നടക്കുന്നതെന്ന് പറയുമ്പോൾ നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവൾ പറയും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അല്ല നിന്റെ ആ വെഡിങ് റൂം ആണെങ്കിൽ നീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ പൈസ എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ നോക്കുമ്പോഴത്തേക്കിനോ നീ എന്തിനാ ഇപ്പോൾ ഇതിനെപ്പറ്റി പറയുന്നത്, എഴുതിയിൽ എണ്ണ ഒഴിക്കില്ലെന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനോ അല്ല സത്യത്തിൽ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അവർക്ക് നിൻ്റെ ആ റൂമാണെങ്കിൽ കൊടുക്കാതെ വെച്ച് നിനക്ക് പൈസ തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊരു പ്ലാനും കൊണ്ട് വന്നേന്ന് പറയുമ്പോഴത്തേക്കിനോ എന്താ നീ ഇപ്പോൾ പറഞ്ഞ നല്ലൊരു പ്ലാനാണ്, നിൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം നടക്കുന്ന അന്ന് തന്നെയാണ് ഞാനും ബുക്ക് ചെയ്തിരുന്നത്, പ്ലീസ് ഈ പൈസ മാത്രം എനിക്കൊന്ന് തിരിച്ച് പിടിക്കണം പ്ലീസ്, ഒന്ന് അവരോട് എൻ്റെ റൂം എടുക്കാൻ വേണ്ടി പറയുമെന്ന് നോക്കുമ്പോഴത്തേക്കിന് ഹെൽപ്പൊക്കെ ചെയ്യാൻ പകരം നീ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് അവളും ഉറപ്പായിട്ട് ഉണ്ടാക്കി തരാമെന്നാണെങ്കിൽ പറയും കേട്ടോ. അതേസമയം ഇവിടെ മാംഗ്രോ ആണെങ്കിൽ ആ സാൻഡൽ ഗ്രൂപ്പിൻ്റെ അവിടെയാണല്ലോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നൈറ്റ് മൊത്തം വർക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മാനേജറിൻ്റെ ആ പെങ്കുച്ചയോട് വന്നിട്ട്
ഫുഡ് കഴിച്ചോ, ഇല്ലെങ്കിൽ വാ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറയുമ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞാലും അവനെ നിർബന്ധിച്ച് അവൾ ഒരിടത്ത് കൊണ്ടുവരാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് ഒരു ഷെഫൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വാങ്ങുവാണെങ്കിൽ വണ്ടർ അടിച്ച് നിൽക്കാം കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ വന്നിട്ട് എൻ്റെ മുത്തശ്ശി പറയും, നമുക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് നമ്മൾ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുള്ളൂ. അങ്ങനെ ചോദിക്കുന്നത് ഇത്ര സ്നേഹമുള്ള എന്നോട് നിങ്ങൾക്ക് ഇച്ചിരി സ്നേഹം തിരിച്ച് കാണിച്ചുകൂടെ എന്നാണ് ഈ ചോദിക്കുമ്പോഴത്തേക്കിന് ആ വാങ്ങറു ആണെങ്കിൽ ഇവളുടെ കയ്യെ പിടിച്ചിട്ട് ഉറപ്പായിട്ടും എന്നാണെങ്കിൽ പറയും. അങ്ങനെ ഇവരേതാണ്ട് സെറ്റായ മട്ടോ കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര വിട്ട് തരാം. അതുവരെ ബൈ ബൈ.